കമ്പ്യൂട്ടറുകൾക്ക് വലിയ ഓർമ്മശക്തിയുണ്ട്, പക്ഷേ ഒട്ടും ഭാവനയില്ല. ബിൽഗേറ്റ്സിന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമാണത്. അതെ, ഈ വാചകം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, അല്ലേ? എന്തിനാണ് ഈ ഭാവന? ശരിയാണ്. കാരണം കമ്പ്യൂട്ടറിനെ മനുഷ്യനേക്കാൾ വേഗത്തിൽ കണക്കുകൂട്ടാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനും കഴിയും. പിന്നെ ഈ പറയുന്ന എന്താ പറയാ, ആ ഒരു ഭാവന അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അതിനെന്താണ് ഇത്ര വലിയ കുഴപ്പം? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ചും കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ചോളം. അതെ, ഇന്ന് നമ്മൾ ഈ സ്രോതസ്സുകളിലൂടെ നടത്തുന്ന വിശകലനം പ്രധാനമായും PSC പരീക്ഷാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. മോഡേൺ കമ്പ്യൂട്ടിങ്ങിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മളിവിടെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും. PSC പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, ഈ വിവരങ്ങളുടെ അതിപ്രസരം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതെ, ബിൽഗേറ്റ്സ് പറഞ്ഞ ആ വാചകം ഒരു പരീക്ഷാർത്ഥിയുടെ കാര്യത്തിലും വളരെ ശരിയാണ്. നിങ്ങൾക്ക് പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ഫാക്ട്സും മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ചോദ്യം അല്പം വളഞ്ഞാണ് വരുന്നതെങ്കിലോ? അവിടെയാണ് പ്രശ്നം. അവിടെ ശരിയായ ഉത്തരം കണ്ടെത്താൻ ആ വിവരങ്ങളെ വിശകലനം ചെയ്യാനുള്ള നിങ്ങളുടെ ഭാവന അല്ലെങ്കിൽ ചിന്താശേഷി ആവശ്യമാണ്. ഉറപ്പായും. അതുകൊണ്ട് നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓരോ വസ്തുതയുടെയും പിന്നിലെ കാരണം കണ്ടെത്തി അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതെ, ഈ സ്രോതസ്സുകളിൽ നൽകിയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ചരിത്രവും അടിസ്ഥാന ഘടനയും നമ്മളൊരു കഥ പോലെ ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ കമ്പ്യൂട്ടർ? എവിടെ നിന്നാണ് ശരിക്കും ഈ വാക്ക് വന്നത്? സ്രോതസ്സുകൾ പറയുന്നത് കമ്പ്യൂട്ടെയർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കുണ്ടായത് എന്നാണ്. കമ്പ്യൂട്ടർ, അതിന്റെ അർത്ഥം ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കണക്ക് കൂട്ടുക എന്ന് തന്നെയാണല്ലേ? അതെ, കണക്ക് കൂട്ടുക എന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യകാലങ്ങളിൽ ഇന്നത്തെ പോലെ പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ ഒന്നുമല്ല, വലിയ വലിയ കണക്കുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രം എന്ന നിലയിലായിരിക്കണം ഇതിനെ കണ്ടിരുന്നത്. അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ചരിത്രപരമായി നോക്കിയാൽ ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്കായിരുന്നു ആദ്യകാലത്ത് ഇവ ഉപയോഗിച്ചിരുന്നത്. ലാറ്റിൻ ഭാഷ അക്കാലത്ത് ശാസ്ത്രത്തിന്റെ ഭാഷയായിരുന്നല്ലോ. അതെ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. പക്ഷേ വെറുമൊരു കാൽക്കുലേറ്ററിൽ നിന്ന് ഇന്നത്തെ കമ്പ്യൂട്ടറിലേക്കുള്ള മാറ്റം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഏതൊക്കെയാണ് ആ വാക്കുകൾ? ഡേറ്റ, പിന്നെ ഇൻഫർമേഷൻ. ആ വ്യത്യാസം മനസ്സിലാക്കാൻ എന്റെ മനസ്സിൽ വളരെ രസകരമായ ഒരു ഉദാഹരണമുണ്ട്. നമ്മളൊരു അടുക്കളയുടെ കാര്യമെടുത്താൽ. ആഹാ, അടുക്കളയോ? പറയൂ. നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി വളരെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ, അതിനെ നമുക്ക് ഡേറ്റ എന്ന് വിളിക്കാം. ഓഹോ, ശരി. എന്നിട്ട് ആ പച്ചക്കറികൾ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച് മസാലയൊക്കെ ചേർത്ത് പാചകം ചെയ്യുന്ന ആ പ്രക്രിയയാണ് പ്രോസസ്സിംഗ്. കറക്റ്റ്. ഒടുവിൽ നമുക്ക് കഴിക്കാൻ പാകത്തിൽ കിട്ടുന്ന ആ രുചികരമായ കറിയുണ്ടല്ലോ, അതാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന അസംസ്കൃത വസ്തുക്കളെ അർത്ഥമുള്ള ഒന്നാക്കി മാറ്റുന്നു. ഈ ഉദാഹരണം കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് യോജിക്കുന്നത്? അതൊരു മനോഹരമായ താരതമ്യമാണ്. ആ അടുക്കളയിലെ ഉദാഹരണത്തെ നമുക്ക് സാങ്കേതികമായി ഒന്നുകൂടി വിശകലനം ചെയ്യാം. ഡേറ്റ എന്നത് വെറും അസംസ്കൃതമായ വിവരങ്ങളാണ്. എന്നുവെച്ചാൽ? ഉദാഹരണത്തിന് 42 എന്നൊരു സംഖ്യ. അത് വെറും ഒരു ഡേറ്റയാണ്. ആ സംഖ്യയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതൊരാളുടെ പ്രായമാകാം, അല്ലെങ്കിൽ ഷൂസിന്റെ സൈസാകാം. അതെ, അല്ലെങ്കിൽ PSC പരീക്ഷയിൽ കിട്ടിയ മാർക്കാകാം. ഈ അസംസ്കൃതമായ ഡേറ്റയെ സ്വീകരിച്ച് അതിനെ പ്രോസസ് ചെയ്ത് ഉപയോക്താവിന് കൃത്യമായി മനസ്സിലാകുന്നൊരു രൂപത്തിലേക്ക്, അതായത് ഇൻഫർമേഷനാക്കി മാറ്റുന്നു. അതെ, ഇൻഫർമേഷനാക്കി മാറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ 42 മാർക്ക് ലഭിച്ചു, നിങ്ങൾ പാസ്സായി എന്ന് പറയുന്നതാണ് ഇൻഫർമേഷൻ. അപ്പൊ ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുക എന്നതാണ് കമ്പ്യൂട്ടറിന്റെ പ്രധാന ജോലി. തീർച്ചയായും. അപ്പൊ ഡേറ്റ ഇൻപുട്ടായി എടുക്കുന്നു, പ്രോസസ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ഔട്ട്പുട്ടായി നൽകുന്നു. കൂടാതെ ഈ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ തിരികെ എടുക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനുമൊക്കെ ഇതിന് കഴിയും. അതെ, കൃത്യമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി സ്രോതസ്സുകളിലെ ഏറ്റവും കൗതുകകരമായ ഒരു ചരിത്ര വസ്തുതയിലേക്ക് വരാം. PSC പരീക്ഷകളിൽ സ്ഥിരമായി ആളുകളെ കുഴപ്പിക്കുന്ന 2 പേരുകളുണ്ട്. എനിക്കറിയാം താങ്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കമ്പ്യൂട്ടർ. എന്നാൽ എഡ്വേർഡ് റോബർട്ട്സ് ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്.
അതെ, അവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. എനിക്കും ഇവിടെ ഒരു സംശയമുണ്ട്. ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ മറ്റൊരു പിതാവിനെ അന്വേഷിക്കുന്നത്? എന്താണ് റോബർട്ട്സ് യഥാർത്ഥത്തിൽ ചെയ്തത്? അവിടെയാണ് നമ്മൾ ചരിത്രപരമായ ആ ഒരു വലിയ കുതിപ്പ് മനസ്സിലാക്കേണ്ടത്. ചാൾസ് ബാബേജ് ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം വിഭാവന ചെയ്ത കമ്പ്യൂട്ടർ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഇലക്ട്രോണിക് ആയിരുന്നില്ല. അതൊരു മെക്കാനിക്കൽ യന്ത്രമായിരുന്നു അല്ലേ? അതെ, ഇൻപുട്ട് നൽകുക, അത് പ്രോസസ്സ് ചെയ്യുക, ഔട്ട്പുട്ട് നൽകുക എന്ന ആ ഒരു അടിസ്ഥാന ആശയം അല്ലെങ്കിൽ ആർക്കിടെക്ചർ കൊണ്ടുവന്നത് ബാബേജാണ്. ഓ, അതുകൊണ്ട് അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ പിതാവായി. ശരിയാണ്. എന്നാൽ ബാബേജിന്റെയും അതിനുശേഷമുള്ളവരുടെയും കമ്പ്യൂട്ടറുകൾ ഒരു വലിയ മുറിയുടെ അത്രയും വലിപ്പമുള്ളവയായിരുന്നു. സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. ആഹാ, അപ്പോൾ അവിടെയാണ് എഡ്വേർഡ് റോബർട്ട്സ് വരുന്നത് അല്ലേ? ആ വലിയ യന്ത്രത്തെ സാധാരണക്കാരുടെ മേശപ്പുറത്തേക്ക് എത്തിച്ചത് അദ്ദേഹമാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. 1970കളിൽ സാധാരണക്കാർക്ക് സ്വന്തമായി വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നത്ര വലിപ്പത്തിലും വിലയിലുമുള്ള കമ്പ്യൂട്ടറുകൾ, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് എഡ്വേർഡ് റോബർട്ട്സ് ആണ്. അപ്പോ കമ്പ്യൂട്ടർ എന്ന ആശയത്തിന്റെ പിതാവ് ബാബേജ് ആണെങ്കിൽ അത് ജനകീയമാക്കിയതിന്റെ പിതാവ് റോബർട്ട്സ് ആണ്. അതെ, നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചതിന്റെ പിതാവ്. പരീക്ഷാ ഹാളിൽ ചോദ്യം വായിക്കുമ്പോൾ ഈ പേഴ്സണൽ എന്ന വാക്ക് ചോദ്യത്തിലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, അതൊരു മികച്ച പോയിന്റാണ്. ഈ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വന്നതുകൊണ്ടാണല്ലോ കമ്പ്യൂട്ടർ എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായി മാറിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു തീയതി കൂടി നമ്മുടെ സ്രോതസ്സുകളിലുണ്ട്. ഡിസംബർ 2. അതെ, ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ. ഇത് പരീക്ഷകളിൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ നിർവചനവും പിതാക്കന്മാരും പ്രധാന തീയതിയും മനസ്സിലാക്കി. ഇനി ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. തീർച്ചയായും. നേരത്തെ നമ്മൾ ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്നീ വാക്കുകൾ പറഞ്ഞിരുന്നു. ഈ ഇൻപുട്ട് യൂണിറ്റുകൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാനും ഔട്ട്പുട്ട് യൂണിറ്റുകൾ വിവരങ്ങൾ തിരികെ നൽകാനും ഉപയോഗിക്കുന്നു. അതെ. എനിക്ക് തോന്നുന്നത് ഈ ഇൻപുട്ട് യൂണിറ്റുകൾ കമ്പ്യൂട്ടറിന്റെ കണ്ണും കാതും പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ഔട്ട്പുട്ട് യൂണിറ്റുകൾ അതിന്റെ ശബ്ദവും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഇല്ലല്ലോ. അപ്പോൾ ഈ യൂണിറ്റുകൾ യഥാർത്ഥത്തിൽ ഒരു വിവർത്തകൻ, അതായത് ഒരു ട്രാൻസ്ലേറ്റർ കൂടെയായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ട്രാൻസ്ലേറ്റർ എന്ന ആശയം വളരെ മനോഹരമാണ്. ശരിക്കും അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളെ മനുഷ്യർ അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിത്രങ്ങൾ, ശബ്ദം എന്നിവയിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത്. എന്നാൽ കമ്പ്യൂട്ടറിന് ഇതൊന്നും മനസ്സിലാകില്ല. അതിനറിയാവുന്നത് ഇലക്ട്രിക് സിഗ്നലുകൾ മാത്രമാണ്. അതായത് 0ഉം 1ഉം അടങ്ങുന്ന ആ മെഷീൻ ഭാഷ. അതെ, മെഷീൻ റീഡബിൾ ഫോർമാറ്റ്. അപ്പോൾ ഒരു ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത് മനുഷ്യർ നൽകുന്ന ഡാറ്റയെയും നിർദ്ദേശങ്ങളെയും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഈ മെഷീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. അതായത് ഞാൻ എൻ്റെ കീബോർഡിൽ എ എന്ന അക്ഷരം അമർത്തുമ്പോൾ ആ കീബോർഡ് കമ്പ്യൂട്ടറിനോട് എ എന്നല്ല പറയുന്നത്. അല്ല, മറിച്ച് അതിന് തുല്യമായ ഒരു ഇലക്ട്രോണിക് സിഗ്നലാണ് അയക്കുന്നത്, അല്ലേ? സ്രോതസ്സുകളിൽ കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളുടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്, സ്കാനർ, ഫ്ലോപ്പി ഡിസ്ക്, ബാർകോഡ് റീഡർ. ഇതിൽ കീബോർഡും മൗസും സ്കാനറുമൊക്കെ ഇൻപുട്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഒരു നിമിഷം, ഈ ഫ്ലോപ്പി ഡിസ്ക് എങ്ങനെയാണ് ഇൻപുട്ട് ഡിവൈസ് ആവുന്നത്? നല്ലൊരു ചോദ്യം. അതൊരു ഡാറ്റ സ്റ്റോർ ചെയ്തു വെക്കുന്ന പെട്ടി മാത്രമല്ലേ? പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടാൽ പലരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. ഫ്ലോപ്പി ഡിസ്ക് ഒരു സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ്. പിന്നെ എങ്ങനെ ഇൻപുട്ടായി? എന്തുകൊണ്ടാണ് ഇതിനെ ഇൻപുട്ട് ഡിവൈസായി സ്രോതസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ നൽകുന്നത് പ്രധാനമായും കീബോർഡിലൂടെയോ മൗസിലൂടെയോ ആണ്. അതെ. എന്നാൽ മുൻപ് സേവ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഡാറ്റ CPU-വിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് വഴി കമ്പ്യൂട്ടറിനുള്ളിലേക്ക് ഫീഡ് ചെയ്യുകയാണ്. ഓഹോ, അതായത് ഡേറ്റ പുറത്തുനിന്നും ഉള്ളിലേക്ക് പോകുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അതുകൊണ്ടാണ് അതൊരു ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്നത്. പരീക്ഷകളിൽ ഇവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന ചോദ്യത്തിന് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, ഫ്ലോപ്പി ഡിസ്ക് എന്നിങ്ങനെ ഓപ്ഷനുകൾ വന്നാൽ ധൈര്യമായി ഫ്ലോപ്പി ഡിസ്ക് തിരഞ്ഞെടുക്കാം. വളരെ കൃത്യമായ വിശദീകരണം. ഇനി ആ ബാർകോഡ് റീഡറിന്റെ കാര്യം, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവർ സാധനങ്ങളുടെ പുറത്തുള്ള ആ കറുപ്പും വെളുപ്പും വരകൾക്ക് മുകളിലൂടെ ഒരു മെഷീൻ കാണിക്കുന്നത് കാണാം. അതും ഇൻപുട്ടാണല്ലോ.
അതെ, തീർച്ചയായും. ആ വരകളെ സ്കാൻ ചെയ്ത് അതിലെ വിലയും വിവരങ്ങളും കമ്പ്യൂട്ടറിലേക്കൊരു ഡേറ്റയായി നൽകുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കി ബില്ലടിക്കുന്നു. ആ ബില്ല് നമുക്കൊരു കടലാസിൽ അച്ചടിച്ച് കിട്ടുമ്പോഴാണ് അത് ഔട്ട്പുട്ട് ആകുന്നത്, അല്ലേ? അതെ. ഇൻപുട്ട് യൂണിറ്റ് മനുഷ്യന്റെ ഭാഷയെ കമ്പ്യൂട്ടറിന്റെ ഭാഷയാക്കി മാറ്റിയെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് നേരെ വിപരീതമായ കാര്യമാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത ഡാറ്റ മെഷീൻ ഭാഷയിൽ നിന്നും തിരികെ മനുഷ്യർക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. അതായത് ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലേക്ക്. താങ്കൾ പറഞ്ഞ ആ പ്രിന്റർ അതിനൊരു മികച്ച ഉദാഹരണമാണ്. കമ്പ്യൂട്ടറിനുള്ളിലെ ഡിജിറ്റൽ രൂപത്തിലുള്ളൊരു ഫയലിനെ നമുക്ക് തൊട്ടുനോക്കാവുന്നൊരു കടലാസിലേക്ക് അത് വിവർത്തനം ചെയ്ത് തരുന്നു. അതെ. അതുപോലെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന മോണിറ്റർ, നമുക്ക് പാട്ട് കേൾക്കാൻ സഹായിക്കുന്ന സ്പീക്കർ, ഇവയെല്ലാം കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ വിവരങ്ങളെ പുറത്തേക്ക് തരുന്ന ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ കണ്ണും കാതും ശബ്ദവുമൊക്കെ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇനി നമുക്കിതിന്റെ എല്ലാം കേന്ദ്രബിന്ദുവിലേക്ക് വരാം. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്. അതെ, തലച്ചോറ് തന്നെ. അതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ CPU. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രോസസ്സ് ചെയ്യാനും കണക്കുകൂട്ടലുകൾ നടത്താനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. CPU ഇല്ലാതെ കമ്പ്യൂട്ടറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ CPU എന്നത് ഒറ്റയ്ക്കൊരു കഷ്ണം ഇരുമ്പോ പ്ലാസ്റ്റിക്കോ അല്ല. ഇതിന് പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. ശരിയാണ്, 3 പ്രധാന ഭാഗങ്ങൾ. ഒന്ന്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, അതായത് ALU. 2, കൺട്രോൾ യൂണിറ്റ് CU. 3, മെമ്മറി യൂണിറ്റ് MU. ഇത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. ഞാൻ അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. തീർച്ചയായും, പറയൂ, കേൾക്കട്ടെ. ഈ കൺട്രോൾ യൂണിറ്റ് എന്നത് തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരനെ പോലെയാണ്. ഏത് വാഹനങ്ങൾ എങ്ങോട്ടു പോകണം, ആര് നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് പുള്ളിയാണ്. അതായത് ഡാറ്റ എങ്ങോട്ട് പോകണം എന്ന് കൺട്രോൾ യൂണിറ്റ് തീരുമാനിക്കുന്നു. അതേസമയം അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് എന്നത് ഒരു മുറിയിലിരുന്ന് കണക്കുകൾ കൂട്ടുന്ന ഒരു വലിയ ഗണിതശാസ്ത്രജ്ഞനാണ്. നല്ലൊരു ഉപമ. ഈ പോലീസുകാരൻ ഡാറ്റ കൊണ്ടുവന്ന് ഈ ഗണിതശാസ്ത്രജ്ഞന് കൊടുക്കുന്നു. അദ്ദേഹം കണക്കുകൂട്ടലുകൾ നടത്തുന്നു. ഈ താരതമ്യം ശരിയാണോ? ഈ താരതമ്യം വളരെ കൃത്യമാണ്. പക്ഷെ നമുക്കതിനെ കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാം. താങ്കൾ പറഞ്ഞ ആ ട്രാഫിക് പോലീസുകാരൻ, അതായത് കൺട്രോൾ യൂണിറ്റ്, സ്വന്തമായി ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നില്ല. ഓഹോ, അത് ശരിയാണല്ലോ. ട്രാഫിക് പോലീസ് വാഹനങ്ങൾ ഓടിക്കുന്നില്ലല്ലോ. അതെ, മറിച്ച് വാഹനങ്ങളുടെ ഫ്ലോ നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ്. എന്നുവെച്ചാൽ കോർഡിനേറ്റ് ചെയ്യുന്നു. അതെ. ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ എടുക്കണോ അതോ പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഔട്ട്പുട്ടിലേക്ക് വിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ യൂണിറ്റാണ്. അപ്പോൾ ആ ഗണിതശാസ്ത്രജ്ഞൻ ALU, കൂട്ടലും കിഴക്കലും ഗുണനവും ഒക്കെ ചെയ്യുന്ന അരിത്മെറ്റിക് ഭാഗം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പേരിലൊരു ലോജിക്ക് കൂടിയുണ്ടല്ലോ. ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെയാണ് ലോജിക് അല്ലെങ്കിൽ യുക്തി ഉണ്ടാവുക? വളരെ നല്ലൊരു ചോദ്യമാണത്. അരിത്മെറ്റിക് എന്നത് വെറും കണക്കുകൂട്ടലാണ്. എന്നാൽ ലോജിക് എന്നത് തീരുമാനങ്ങൾ എടുക്കലാണ്, അതായത് ഡിസിഷൻ മേക്കിംഗ്. കമ്പ്യൂട്ടർ തീരുമാനങ്ങൾ എടുക്കുമോ? പിന്നെന്താ? 2 സംഖ്യകൾ എടുത്തിട്ട് ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുത്, ഇവ രണ്ടും തുല്യമാണോ, ഇത്തരം താരതമ്യങ്ങൾ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു. എയേക്കാൾ വലുതാണ് ബി എങ്കിൽ ഈ ജോലി ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുക എന്നിങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഈ ALUവിന്റെ ലോജിക് ഭാഗമാണ്. അത് വെറുമൊരു കാൽക്കുലേറ്ററിനെ ഒരു യഥാർത്ഥ കമ്പ്യൂട്ടറാക്കി മാറ്റുന്ന നിർണായക ഘടകമാണ്. ദൃഢീരം. അത് വളരെ വ്യക്തമായി. അപ്പോൾ ട്രാഫിക് പോലീസുകാരനായി, ഗണിതശാസ്ത്രജ്ഞനായി, ഇനി ഒരാളുകൂടിയുണ്ടല്ലോ, മെമ്മറി യൂണിറ്റ്. അതെ, MU. ഈ മെമ്മറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഫോണിലെയോ കമ്പ്യൂട്ടറിലെയോ വലിയ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ വലിയ സ്റ്റോറേജ് ആണ്. ഒരു ടെറാബൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഈ മെമ്മറി യൂണിറ്റ് ആ വലിയ സ്റ്റോറേജ് തന്നെയാണോ? അല്ല, ഒരിക്കലുമല്ല. പല പരീക്ഷാർത്ഥികൾക്കും തെറ്റുപറ്റുന്നൊരു സ്ഥലമാണത്. CPUവിനുള്ളിലെ ഈ മെമ്മറി യൂണിറ്റ് ആ വലിയ ഹാർഡ് ഡിസ്ക് പോലെയല്ല പ്രവർത്തിക്കുന്നത്. അല്ലേ? പിന്നെ എങ്ങനെയാണ്? താങ്കളുടെ ആ ഗണിതശാസ്ത്രജ്ഞന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ നമുക്ക് തിരികെ പോകാം. അദ്ദേഹം വളരെ സങ്കീർണമായ ഒരു വലിയ കണക്ക് കൂട്ടുകയാണെന്ന് കരുതുക.
മനസ്സിൽ മാത്രം കൂട്ടിയാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. ഉറപ്പായും. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കുറിച്ചെടുക്കാൻ ഒരു ചെറിയ സ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഡയറിയോ ഉപയോഗിക്കുമല്ലേ? കണക്ക് ചെയ്ത് തീരുമ്പോൾ ആ സ്ലേറ്റ് മായ്ച്ചു കളയുകയും ചെയ്യും. അതെ. അതുപോലെയാണ് മെമ്മറി യൂണിറ്റ്. CPU പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് ഡേറ്റയും നിർദ്ദേശങ്ങളും താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വളരെ വേഗതയേറിയ സ്റ്റോറേജാണിത്. പ്രോസസ്സിംഗ് കഴിഞ്ഞാല് അത് മായ്ച്ചു കളയപ്പെടുമല്ലേ? അതെ. പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ CPUയിലെ മെമ്മറി യൂണിറ്റ് താൽക്കാലിക സ്റ്റോറേജാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ALU, CU, MU എന്നീ 3 ഘടകങ്ങൾ ചേർന്നതാണ് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പരീക്ഷകളിൽ ഇവയുടെ പൂർണ്ണരൂപം പലപ്പോഴും നേരിട്ട് ചോദിക്കാറുള്ളതാണ്. അതെ, ആ പേരുകൾക്കുള്ളിൽ തന്നെ അവയുടെ പ്രവർത്തനവും ഒളിഞ്ഞിരിപ്പുണ്ട്. ശരി. നമ്മൾ സ്രോതസ്സുകളിലെ മുഴുവൻ കാര്യങ്ങളും വളരെ വിശദമായി അതിന്റെ യുക്തിയോടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നാളെ രാവിലെയാണ് നിങ്ങളുടെ PSC പരീക്ഷ എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ പരീക്ഷാ ഹാളിനു പുറത്തു നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഞാൻ ഓരോ പോയിന്റ് പറയാം. താങ്കൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒന്ന് ഓർമ്മിപ്പിക്കണം. തീർച്ചയായും. അതൊരു മികച്ച ആശയമാണ്. നമുക്ക് ആ മെന്റൽ വാക്ക് ത്രൂ തുടങ്ങാം. ആദ്യത്തേത് കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം. കമ്പ്യൂട്ടയർ എന്ന ലാറ്റിൻ വാക്ക്. അർത്ഥം കണക്കുകൂട്ടുക. ഫാദർ ഓഫ് കമ്പ്യൂട്ടറും ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടറും. കമ്പ്യൂട്ടർ എന്ന ആശയത്തിന്റെ പിതാവ് ചാൾസ് ബാബേജ്. എന്നാൽ അത് ജനങ്ങളുടെ മേശപ്പുറത്തേക്ക് എത്തിച്ച പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എഡ്വേർഡ് റോബർട്ട്സ്. ഡിസംബർ 2. അത് മറക്കാൻ പാടില്ല. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. കമ്പ്യൂട്ടറിന്റെ വിവർത്തകർ, അതായത് ഇൻപുട്ട് ഡിവൈസുകൾ. ഡാറ്റ ഉള്ളിലേക്ക് നൽകുന്നു. പ്രധാനമായും ഓർക്കേണ്ടത് കീബോർഡ്, മൗസ്, സ്കാനർ, ബാർകോഡ് റീഡർ, പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഫ്ലോപ്പി ഡിസ്ക്. പ്രോസസ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് തരുന്ന ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തരുന്നു. മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ CPUവിന്റെ 3 ഭാഗങ്ങൾ. ALU കണക്കുകൾ കൂട്ടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. CU ട്രാഫിക് പോലീസിനെ പോലെ ഡേറ്റയുടെ ഫ്ലോ നിയന്ത്രിക്കുന്നു. MU പ്രോസസ്സിംഗ് സമയത്ത് മാത്രം ഡേറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്നു. അത്യുഗ്രൻ. ഈ ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഈ ഭാഗത്തു നിന്നും വരുന്ന മിക്ക ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയും. അതെ, വെറുതെ കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ ഈ ഓരോ ഭാഗവും എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ചോദ്യങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കും. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പഠനയാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ബിൽഗേറ്റ്സിന്റെ വാചകത്തിലേക്ക് തന്നെ നമുക്കൊന്ന് തിരികെ പോകാം. കമ്പ്യൂട്ടറുകൾക്ക് വലിയ ഓർമ്മശക്തിയുണ്ട്, പക്ഷേ ഒട്ടും ഭാവനയില്ല. കമ്പ്യൂട്ടറിന് അതിന്റെ മെമ്മറി യൂണിറ്റും ഹാർഡ് ഡിസ്കും ഒക്കെയുണ്ട്. പക്ഷേ ഈ പഠിച്ച വിവരങ്ങളെല്ലാം വിശകലനം ചെയ്ത് പരീക്ഷാ ഹാളിൽ പോയി ശരിയായ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും ഭാവനയും തന്നെ വേണം. അതെ, വിവരങ്ങൾ എത്ര ലഭ്യമാണെങ്കിലും അത് പ്രയോഗിക്കാൻ മനുഷ്യന്റെ യുക്തി കൂടിയേ തീരൂ. 100% ശരിയാണ്. നിങ്ങളുടെ ആ ചിന്താശേഷിയാണ് നിങ്ങളെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും പരീക്ഷകളിൽ വിജയിപ്പിക്കുന്നതും. ഉറപ്പായും. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ തന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവസാനമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത സ്രോതസ്സുകളിലില്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടി ഞാൻ നൽകുകയാണ്. എന്താണത്? എഡ്വേർഡ് റോബർട്ട്സ് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ നമ്മുടെ ഡെസ്കുകളിൽ എത്തിച്ചു എന്ന് നമ്മൾ കണ്ടു. ഇന്നത് കീബോർഡും മൗസുമൊക്കെ മാറി സ്മാർട്ട് ഫോണുകളായി നമ്മുടെ പോക്കറ്റുകളിൽ എത്തി നിൽക്കുന്നു. നമ്മൾ വിരലുകൾ കൊണ്ടാണ് ഇപ്പോൾ ഇൻപുട്ട് നൽകുന്നത്. അതെ. ഭാവിയുടെ കമ്പ്യൂട്ടറുകളിൽ മനുഷ്യർ വിവരങ്ങൾ നൽകാൻ ഇനി ഏതു പുതിയ മാർഗമായിരിക്കും ഉപയോഗിക്കുക? വിവർത്തനം ചെയ്യാൻ ഒരു കീബോർഡോ സ്ക്രീനോ ഇല്ലാതെ നമ്മുടെ തലച്ചോറുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചിപ്പുകളായിരിക്കുമോ നാളത്തെ ഇൻപുട്ട് ഡിവൈസ്? അതൊരു വല്ലാത്ത ചിന്ത തന്നെയാണ്. അങ്ങനെ വന്നാൽ മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ആ അതിർവരമ്പ് ഇല്ലാതാവുമോ? ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം.